ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്വയം തീരുമാനമെടുക്കാൻ കഴിയുന്നവരും എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നവരുമാണ് യഥാർത്ഥ വിജയികളായി മാറുന്നത്. മറ്റുള്ളവർ നട്ട് നനച്ച് വളർത്തുന്ന ചെടികളായല്ല നിങ്ങൾ വളരേണ്ടത്. സ്വയം മഴ നനഞ്ഞ് വെയിലേറ്റ് മണ്ണിൽ നിന്നും വളം വലിച്ചെടുത്ത് വെള്ളം വലിച്ചെടുത്ത് വളർന്നു പൊങ്ങുന്ന വൻമരങ്ങളായി മാറാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോഴാണ് നിങ്ങൾക്കും നിങ്ങളുടെ ആശ്രിതർക്കും തണലായി മാറുന്നത്. അങ്ങനെ എല്ലാവരും വലിയ തണൽ മരങ്ങളായി മാറട്ടെ, അതിന് ഉയർന്നു പൊങ്ങാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന ആശംസയോടുകൂടി ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയെക്കുറിച്ച്, ഇന്ത്യൻ പ്രസിഡൻറ്റിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന ആ മേഖലയെക്കുറിച്ചുള്ള കുറേ റിവിഷനാണ്. കുറേ പ്രീവിയസ് ചോദ്യങ്ങളുടെയും നമ്മുടെ മോഡൽ പരീക്ഷകളുടെയും ഒക്കെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കഷനാണ് ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ദീർഘമായി നമ്മൾ ആ ഏരിയ ഒന്ന് ഡിസ്കസ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് പ്രസിഡൻറ്റ്, പ്രത്യേകിച്ച് പ്രസിഡൻറ്റിൻ്റെ പവേഴ്സ്, ഫങ്ഷൻസ് ഒക്കെ നമ്മൾ ഒരു 7 പോയിൻ്റായിട്ടൊക്കെ പഠിച്ചു. അതിനകത്ത് തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള വസ്തുതകൾ നമ്മൾ ചർച്ച ചെയ്തു. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് കൂടി കാണുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വളരെ പ്രയോജനപ്രദമാകും. അപ്പോൾ കൂട്ടുകാരെ, കഴിഞ്ഞ പ്രസിഡൻറ്റിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ച ക്ലാസ് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ക്ലാസ് കൂടി കണ്ടതിന് ശേഷം ഈ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം, സമയം കളയേണ്ട, ചോദ്യങ്ങളിലേക്ക് കടക്കാം. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം, ഹൂ ഈസ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ഇന്ത്യ? വളരെ സിമ്പിൾ ആയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങിയാണ്. ഇന്ത്യയുടെ ഭരണഘടനാ തലവനാരാണ്? ഏത് കൊച്ചുകുട്ടിയും പറയും കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ് ഉത്തരം. പ്രൈം മിനിസ്റ്റർ എന്ന് പറയരുത്, അത് ഹെഡ് ഓഫ് ക്യാബിനറ്റ്, സെൻട്രൽ ക്യാബിനറ്റ് ആണ്. കേന്ദ്ര മന്ത്രിസഭയുടെ തലവനാണ് പ്രൈം മിനിസ്റ്റർ. പ്രസിഡൻ്റാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ഇന്ത്യ. ചീഫ് ജസ്റ്റിസ് നിങ്ങൾക്കറിയാം, നമ്മുടെ സുപ്രീം കോടതിയുടെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന വ്യക്തിയാണെന്നറിയാം. ഗവർണർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് എ സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനാണ് ഗവർണർ. എന്നാൽ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഹെഡ് ഓഫ് ഇന്ത്യ എന്നാണ് ഇവിടുത്തെ ചോദ്യം. നമ്മുടെ രാജ്യത്തെ ഇന്ത്യയുടെ ഭരണഘടനാ തലവൻ. ബി ഓപ്ഷനാണ് ഇവിടെ ആൻസറായി വരുന്നത്. തീർച്ചയായിട്ടും ബി ഓപ്ഷൻ നിങ്ങൾക്കറിയാം, പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റ്, ഉത്തരം പ്രസിഡൻ്റാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? Which article of Indian Constitution provide for the existence of President of India? എന്ന് പറഞ്ഞാൽ there shall be a President of India എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏത്? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലൂടെയാണ് ഇന്ത്യക്കൊരു പ്രസിഡന്റ് ഉള്ളതായി പറയുന്നത്, ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചതാണ് ആർട്ടിക്കിൾ 52 ആണ്. സി ഓപ്ഷനാണ് ഇവിടെ ഉത്തരമായി വരുന്നത്. ആർട്ടിക്കിൾ 52 നമ്മൾ പഠിച്ചതാണ്. 52, 53, 54 അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് കുറേ ആർട്ടിക്കിൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് ഓർത്തോളുക. ദർ ഷാൽ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ 52 തന്നെയാണ് ആൻസർ. സി ആണ് ഇവിടുത്തെ ഓപ്ഷൻ വരുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ ഈസ് വെസ്റ്റഡ് ഇൻ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? Executive power of union is vested in the president under which article? Article 53. 52, there shall be a president of India. 53, the executive power of the president is vested in the executive power of the union is vested in the president. അത് 53. 54 presidential election. അങ്ങനെയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ 55 മാനർ ഓഫ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, മെത്തേഡ് ഓഫ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ച് 55, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് 54,
എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ ഈസ് വെസ്റ്റഡ് ഇൻ പ്രസിഡന്റ് എന്ന് പറയുന്ന 53, ദർ ഷാൽ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ 52. അപ്പോൾ നമുക്കിവിടെ എക്സിക്യൂട്ടീവ് പവർ വെസ്റ്റഡ് ഇൻ പ്രസിഡന്റ് എന്നല്ലേ ചോദ്യം വരുന്നത്. അപ്പോൾ 53 ആണ് ഇവിടുത്തെ ആൻസർ. ബി ഓപ്ഷനാണ് ആൻസറായി വരുന്നത്. ബി ഓപ്ഷൻ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. മൂന്നാമത്തെ, ഹൂ കണ്ടക്ട്സ് ദി ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? നോക്കൂ, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ഹൂം എന്നാണ്. പാർലമെൻ്റ് ആണോ, സുപ്രീം കോർട്ടാണോ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണോ, പ്രൈം മിനിസ്റ്റർ ആണോ? ഒന്ന് പറഞ്ഞേ. നോക്കൂ, ദി ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. നിർബന്ധമായി പഠിക്കണം. ഇന്ത്യയിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് ആര്? ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പക്ഷെ അവിടെ ഒരു ചോദ്യം കൂടെ അനുബന്ധമായി നിങ്ങൾ ഓർക്കണം. ബട്ട് ദി ഡിസ്പ്യൂട്ട്സ് റിലേറ്റിംഗ് ടു ദി പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആർ സെറ്റിൽഡ് ബൈ ഹൂം? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പരിഹാരം കാണുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ബി ഓപ്ഷനാണ്, സുപ്രീം കോർട്ടാണ്. മനസ്സിലാകുന്നല്ലോ? അതും കൂടെ ഒന്ന് ഓർത്തോളൂ കേട്ടോ. നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നേരത്തെ പറയാത്ത കാര്യങ്ങളും കൂടി ചില പോയിന്റുകൾ ഓർമ്മ വരുന്ന കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ദി പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഈസ് കണ്ടക്റ്റഡ് ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ബട്ട് ദി ഡിസ്പ്യൂട്ട്സ് റിലേറ്റിംഗ് ടു ദി പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആർ സെറ്റിൽഡ് ബൈ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ആരെന്നല്ലേ ചോദ്യം? തീർച്ചയായിട്ടും സി ഓപ്ഷനാണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെയാണ് ഉത്തരം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദി മിനിമം ഏജ് റിക്കോർഡ് ടു ബിക്കം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യൻ പ്രസിഡന്റ് ആകാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് എല്ലാം നമ്മൾ പഠിച്ചു. 3 പേരുടെയും മിനിമം ഏജ് എന്ന് പറയുന്നത് 35 ഇയേഴ്സ് ആണ്. 35 ഇയേഴ്സ് മറക്കരുത്. ഇവിടെ 30 ഇയേഴ്സ് ഏതാണ്? രാജ്യസഭാ മെമ്പറാകാൻ, അല്ലെങ്കിൽ മെമ്പർ ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, അല്ലേ? ഒരു സ്റ്റേറ്റിൻ്റെ കൗൺസിൽ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പറാകാൻ, രാജ്യസഭാ മെമ്പറാകാൻ ഒക്കെ 30 ഇയേഴ്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുത്തെ മിനിമം ഏജ് റിക്കോർഡ് ടു ബിക്കം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ 35 ഇയേഴ്സ്. ആൻസർ 35 ഇയേഴ്സ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. നോക്കൂ, ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇലക്റ്റഡ് ബൈ. എങ്ങനെയാണ് പ്രസിഡന്റിൻ്റെ ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക? നമ്മൾ വിശദമായി പഠിച്ചതാണ് അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ. നോക്കാം നമുക്കിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. ഡയറക്റ്റ് ഇലക്ഷൻ ബൈ പീപ്പിൾ ആണോ? അല്ല. ഡയറക്റ്റ് ഇലക്ഷനേ അല്ല. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഈസ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. അപ്പോൾ അത് തെറ്റല്ലേ? അടുത്ത് നോക്കൂ, മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഒള്ളി. തെറ്റല്ലേ? പാർലമെന്റ് അംഗങ്ങൾ മാത്രമാണോ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്? അല്ല. അടുത്ത് നോക്കൂ, ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റിംഗ് ഓഫ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. കിട്ടിപ്പോയി. ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആൻഡ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. പിന്നെ നമ്മൾ പറഞ്ഞു എന്താ? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, കൗൺസിൽ അല്ല. നോക്കൂ, ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് both the House of Parliament and elected members of State Legislative Assembly and വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം, and elected members of Legislative Assemblies of Union Territories of Delhi, Puducherry and ജമ്മു കാശ്മീർ എന്ന് നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ ഇവിടെ അത് വേണ്ട. ഇവിടെ കൊടുത്തിരിക്കുന്നത് അത്രയും കറക്റ്റ് ആയിട്ടുള്ളത് ഇതാണ്. ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റിംഗ് ഓഫ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ സി ഓപ്ഷനാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പേഴ്സ് അല്ല. അപ്പം തീർച്ചയായിട്ടും സി ആണ് ഇവിടെ ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്നത്. അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. വിച്ച് വോട്ടിംഗ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ദി ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ്? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്കുള്ള ആ ഇലക്ഷൻ്റെ മെത്തേഡ് 55 നമ്മൾ പഠിച്ചതാണ്. ആർട്ടിക്കിൾ 55 മെത്തേഡ് ഓഫ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. എന്താ പഠിച്ചത് ഓർമ്മയുണ്ടോ? സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം. ഇവിടെ അങ്ങനെ വല്ലതും കൊടുത്തിട്ടുണ്ടോ? ദാഹടപ്പുണ്ട്. The voting system is used for election of president. Single transferable vote based on proportional representative system. അത് തന്നെയാണ് ആൻസർ ബി ആണ്. ഇതല്ല കേട്ടോ. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം, അതൊക്കെ നമ്മുടെ സാധാരണ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ വരുന്നതാണ്. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ്, ആദ്യമായിട്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നയാൾ
എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന ആൾ വിജയിക്കുന്നതൊക്കെ വരുന്നത് നമ്മൾ ഏതിലാണ്? നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. പിന്നീട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് തന്നെയാണ് ആൻസറായി വരുന്നത്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം. ബി ഓപ്ഷൻ കറക്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ദി ടേം ഓഫ് ഓഫീസ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് 4 years ആണോ? അല്ല. അതാരുടെയാണ്? അമേരിക്കൻ പ്രസിഡന്റ്. അതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. കഴിഞ്ഞ വർഷം ചോദിച്ചതാണ് ഒരു പരീക്ഷയ്ക്ക്. ടേം ഓഫ് ഓഫീസ് ഓഫ് അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കാലാവധി എത്ര? അത് 4 വർഷമാണ്. നമ്മുടേത് എത്രയാണ്? നമ്മുടെ പ്രസിഡന്റിൻ്റെ 5 വർഷം. ബി ഓപ്ഷൻ അല്ലേ? തീർച്ചയായിട്ടും ബി ഓപ്ഷൻ തന്നെയാണ്. ആൻസർ 5 years. ഓക്കെ അല്ലേ? അതൊന്നും പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. എത്ര കാലം വേണോ, എത്ര വയസ്സ് വരെ വേണോ ഒക്കെ പ്രസിഡന്റ് ആകാം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളുക. ക്യാൻ എ പ്രസിഡന്റ് ബി റീഇലക്റ്റഡ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദി ടേം? എന്തുകൊണ്ടായിക്കൂടാ? ക്യാൻ എ പ്രസിഡന്റ് ബി റീഇലക്റ്റഡ് ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ടേം? 5 വർഷം കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തിക്ക് വീണ്ടും രാഷ്ട്രപതിയാകാൻ കഴിയുമോ? നമ്മൾ പറഞ്ഞു യെസ്. വേറെ ഒന്നും ഓർക്കണ്ട, ആകാൻ കഴിയും. ആൻസർ എന്താണ് ഇവിടെ? ബി ഓപ്ഷൻ യെസ്. നോ അല്ല, ഒൺലി വൺസ് അല്ല, ഒൺലി വിത്ത് പാർലമെൻ്ററി അപ്രൂവൽ അല്ല, അതൊന്നും വേണ്ട. ഇഫ് ഹീ ഈസ് റീഇലക്റ്റഡ് ഹി ക്യാൻ ബിക്കം അനദർ ടേം, അല്ലെ അത് പ്രസിഡന്റ് ഫോർ അനദർ ടേം. മറ്റൊരു ടേമിൽ വേണ്ടിയിട്ട് പ്രസിഡന്റ് ആകാം, വീണ്ടും ആകാം. റീഇലക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെയെങ്കിൽ എത്ര കാലം വേണോ നീണ്ടു പോകാം. ക്ലിയർ അല്ലേ? അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്വാളിഫിക്കേഷൻ ടു ബിക്കം പ്രസിഡന്റ്? ഏത് ആർട്ടിക്കിളിലാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്? ആർട്ടിക്കിൾ 58. മറക്കരുത്. 58-ാം ആർട്ടിക്കിളിലാണ് പ്രസിഡന്റ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഇവിടെ ക്വാളിഫിക്കേഷൻ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. പ്രസിഡന്റിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അത് ക്വാളിഫിക്കേഷനാണ്. ഇന്ത്യൻ പൗരൻ തന്നെ ആയിരിക്കണം. അപ്പോൾ അത് നമുക്ക് ശരിയായ പോയിൻ്റാണ്. നമുക്ക് വേണ്ടത് ക്വാളിഫിക്കേഷൻ അല്ലാത്തതാണ് വേണ്ടത്. അപ്പോൾ ഇത് വേണ്ട, ഇത് ക്വാളിഫിക്കേഷൻ ആകുന്ന കാര്യമാണ് പറയുന്നത്. നോക്കൂ അടുത്തത്. മസ്റ്റ് ബി ക്വാളിഫൈഡ് ടു ബിക്കം എ മെമ്പർ ഓഫ് ലോക്സഭ. മസ്റ്റ് ബി ക്വാളിഫൈഡ് ടു ബിക്കം എ മെമ്പർ ഓഫ് ലോക്സഭ. ശരിയാണ്, നമ്മൾ പഠിച്ചത്. ഒരു ലോക്സഭാ മെമ്പറാകാൻ ഉള്ള ക്വാളിഫിക്കേഷൻ ഉള്ളായിരിക്കണം. ക്വാളിഫൈഡ് ആയ വ്യക്തിക്ക് മാത്രമേ പ്രസിഡന്റ് ആകാൻ കഴിയുള്ളൂ. അതും സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, പക്ഷേ നമുക്ക് അത് ക്വാളിഫിക്കേഷൻ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ ക്വാളിഫിക്കേഷനാണ്. അടുത്തത്. മസ്റ്റ് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഏതെങ്കിലും ഒരു ശമ്പളം പറ്റുന്ന ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. അതല്ലേ തെറ്റ്? അങ്ങനെ ആകരുതെന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ അതാണ് ഇവിടെ ആൻസറായി വരുന്നത്. അടുത്ത മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 35 years ഓഫ് ഓൾഡ്. അതും കറക്റ്റാണ്. അപ്പോൾ ഇത് ക്വാളിഫിക്കേഷനാണ്. രണ്ടാമത് പറഞ്ഞത് ക്വാളിഫിക്കേഷനാണ്. നാലാമത് പറഞ്ഞതും ക്വാളിഫിക്കേഷനാണ്. നമുക്ക് ക്വാളിഫിക്കേഷൻ അല്ലാത്തതാണ് വേണ്ടത്. മസ്റ്റ് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ കീഴിൽ എന്തെങ്കിലും ശമ്പളം പറ്റി ജോലി ചെയ്യുന്ന വ്യക്തി ആയിരിക്കണമെന്നാണ് പറഞ്ഞത്. ആയിരിക്കരുതെന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ സി ആണ് ഇവിടുത്തെ ഓപ്ഷനായി വരുന്നത്. സി ഓപ്ഷൻ കറക്റ്റ്. മസ്റ്റ് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ദി ഗവൺമെൻറ്. ക്ലിയർ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ദി പ്രസിഡന്റ് കനോട്ട് ബി എ മെമ്പർ ഓഫ്. നോക്കൂ, ദി പ്രസിഡന്റ് കനോട്ട് ബി എ മെമ്പർ ഓഫ്. ഏതിൻ്റെ അംഗമായിരിക്കരുത് രാഷ്ട്രപതി? നിലവിൽ ഏതിൻ്റെ അംഗമായിരിക്കരുത്? ലോക്സഭ. എ മെമ്പർ എങ്ങനെ കനോട്ട് ബി എ മെമ്പർ ഓഫ് ലോക്സഭ ഒള്ളി. ഒരു ലോകസഭ അംഗം മാത്രമായിരിക്കരുത്. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? ലോകസഭാ അംഗമാകാനും പറ്റില്ല, രാജ്യസഭ അംഗമാകാനും പറ്റില്ല, സംസ്ഥാന നിയമസഭ അംഗമാകാൻ പറ്റില്ല എന്നല്ലേ നമ്മൾ പഠിച്ചത്. MLAക്കും MP-മാർക്കും ഒന്നും ആകാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ലോക്സഭയിൽ മാത്രം. അപ്പോൾ ദി പ്രസിഡന്റ് കനോട്ട് ബി എ മെമ്പർ ഓഫ് ലോക്സഭ ഉള്ളി. തെറ്റാണ്. രാജ്യസഭ ഉള്ളി. തെറ്റാണ്. ഹൗസ് ഓഫ് ലെജിസ്ലേച്ചർ ഓഫ് എനി സ്റ്റേറ്റ്. ഏതെങ്കിലും ഒരു ഹൗസിലെ മെമ്പറാകാം. നൈദർ ഹൗസ് ഓഫ് പാർലമെൻറ്റ് നോർ ഹൗസ് ഓഫ് ലെജിസ്ലേറ്റീവ് ഓഫ് സ്റ്റേറ്റ്. അതല്ലേ ഇവിടെ ആൻസർ. പ്രസിഡന്റ് കനോട്ട് ബി എ മെമ്പർ ഓഫ് നൈദർ ഹൗസ് ഓഫ് പാർലമെൻറ്റ് നോർ ഹൗസ് ഓഫ് ലെജിസ്ലേറ്റീവ് ഓഫ് എനി സ്റ്റേറ്റ്. ഏതെങ്കിലും പാർലമെൻറ്റിലെ ഏതെങ്കിലും ഒരു സഭയുടെയോ ഏതെങ്കിലും സംസ്ഥാന നിയമസഭയുടെയോ അംഗമായിരിക്കരുത്.
എന്നാണ് പഠിക്കേണ്ടത്. അപ്പം ഇവിടെ നോക്കൂ, ലോകസഭാ അംഗം മാത്രമാകരുത്, രാജ്യസഭാ അംഗം മാത്രമാകരുത്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആകരുത് എന്ന് പറഞ്ഞാൽ പോരാ. വാസ്തവത്തിൽ ഒരംഗവും ആകാൻ പാടില്ല. പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിലോ ലെജിസ്ലേറ്റീവ് കൗൺസിലോ അംഗമാകാൻ പാടില്ല. ഡി ആണ് ഇവിടുത്തെ ഓപ്ഷനായി വരുന്നത്. നൈദർ ഹൗസ് ഓഫ് പാർലമെൻറ്റ് നോർ ഹൗസ് ഓഫ് ലെജിസ്ലേറ്റീവ് ഓഫ് എനി സ്റ്റേറ്റ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ബിഫോർ ടേക്കിംഗ് ഓഫീസ് ദി പ്രസിഡന്റ് മസ്റ്റ് ടേക്ക് ആൻ ഓത്ത് ഓർ അഫർമേഷൻ ബിഫോർ. നോക്കൂ, ബിഫോർ ടേക്കിംഗ് ഓഫീസ് ദി പ്രസിഡന്റ് മസ്റ്റ് ടേക്ക് ആൻ ഓത്ത് ഓർ അഫർമേഷൻ ബിഫോർ എന്ന് പറഞ്ഞാൽ ഓത്ത് ഓഫ് ഓഫീസ് ഓഫ് പ്രസിഡന്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ഹൂം? നമ്മൾ പഠിച്ചിട്ടില്ലേ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അതല്ലേ ഇവിടെ ആൻസറായി വരുന്നത്? തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അങ്ങനെ ആകാവൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ആൻസർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി പ്രസിഡന്റ് ക്യാൻ only approve bill passed by parliament, veto a bill, give assent or return it for reconsideration, pass bill without parliament's approval, dissolve രാജ്യസഭ. പ്രസിഡന്റിന് ചെയ്യാൻ കഴിയുന്നത് ഈ പറയുന്നതിൽ ഏതൊക്കെ കാര്യങ്ങളാണെന്നാണ് ചോദ്യം. only approve bills passed by പാർലമെൻറ്റ്. പാർലമെൻറ്റ് പാസ്സാക്കുന്ന ബില്ല് അപ്രൂവ് ചെയ്യുകയേ നിവർത്തിയുള്ളൂ രാഷ്ട്രപതിക്ക്. അങ്ങനെ ഇല്ലല്ലോ. ഹി മേ ഗീവ് ഹിസ് അസൻ, വിത്ത്ഹോൾഡ് ഹിസ് അസൻ ഓർ റിട്ടേൺ ദി ബിൽ ഫോർ റീകൺസിഡറേഷൻ എന്നല്ലേ നമ്മൾ പഠിച്ചത്. അടുത്ത നോക്കൂ, വീറ്റോ ബിൽ. വീറ്റോ ബിൽ എന്ന് പറഞ്ഞാൽ ബില്ല് അംഗീകരിക്കാതിരിക്കുക, റദ്ദ് ചെയ്യുക. കൊണ്ടുവരുന്ന ബില്ല് അംഗീകാരം കൊടുക്കാതിരിക്കുക. ഗീവ് അസൻറ്റ്, അംഗീകാരം കൊടുക്കാം, അതും ചെയ്യാം അദ്ദേഹത്തിന്. ഓർ റിട്ടേൺ ഫോർ ഇറ്റ് ഫോർ റീകൺസിഡറേഷൻ, പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാം. അപ്പോൾ അതല്ലേ ആൻസർ. ഇത് മൂന്നും രാഷ്ട്രപതിക്ക് ചെയ്യാം, ക്യാൻ ചെയ്യാം. പാസ് ബിൽ വിത്തൗട്ട് പാർലമെൻറ്റ്സ് അപ്രൂവൽ. പാർലമെൻറ്റിൻ്റെ അപ്രൂവലൊന്നും കൂടാതെ, പാർലമെൻറ്റ് പാസ്സാക്കാത്ത ഒരു ബില്ല് രാഷ്ട്രപതിക്ക് അപ്രൂവൽ കൊടുക്കാം എന്നാണ് പറയുന്നത്. അതെങ്ങനെ കൊടുക്കാൻ പറ്റും? കഴിയുന്നതല്ലോ. ഡിസോൾവ് രാജ്യസഭ. രാജ്യസഭ ഡിസോൾവ് ചെയ്യാൻ ആർക്കും കഴിയില്ല, രാഷ്ട്രപതിക്ക് എന്നല്ല, ആർക്കും കഴിയില്ല. എന്തുകൊണ്ട്? രാജ്യസഭ ഈസ് എ പെർമനൻറ്റ് ഹൗസ്. ഹി ക്യാൻ ഡിസോൾവ് ലോക്സഭ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ അത് ശരിയായി വന്നേനെ. ഇവിടെ രാജ്യസഭ എന്ന് പറയുമ്പോൾ അതും ശരിയല്ല. അപ്പോൾ ബി ആണ് ഓപ്ഷൻ. വീറ്റോ ബിൽ, ഒരു ബില്ല് വീറ്റോ ചെയ്യാൻ പറ്റും. ഗീവ് അസെൻറ്റ്, സമ്മതം കൊടുക്കാൻ പറ്റും, അംഗീകാരം കൊടുക്കാൻ പറ്റും. ഓർ റിട്ടേൺ ഫോർ റീകൺസിഡറേഷൻ. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ബി ആണ്. പ്രസിഡന്റ് ക്യാൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ദി പ്രസിഡന്റ് ഹാസ് ദി പവർ ടു promulgate ordinance when? Very important ചോദ്യമാണ്. An ordinance can be promulgated by the president during which time? ഏത് സമയത്താണ്, എപ്പോഴാണ് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ ഒരു നിയമനിർമ്മാണമാണ്. അപ്പം നിയമനിർമ്മാണം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക. ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി ഒരു നിയമം നിർമ്മിക്കുന്നതിൻ്റെ പേരാണ് ഓർഡിനൻസ്. വാസ്തവത്തിൽ നിയമം നിർമ്മിക്കേണ്ട രാഷ്ട്രപതി അല്ലല്ലോ. നിയമനിർമ്മാണം നടത്തേണ്ടത് ആരാണ്? പാർലമെൻ്റ് അല്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നോക്കൂ, പാർലമെൻ്റ് അല്ലേ? അപ്പോൾ പാർലമെൻറ്റ് നിയമം നിർമ്മിക്കാത്തത് എന്തുകൊണ്ട്? പാർലമെൻറ്റ് സമ്മേളിക്കാത്ത ഘട്ടത്തിൽ. പാർലമെൻറ്റ് 365 ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയല്ലോ ചെയ്യുന്നത്. പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞാൽ പിരിയില്ലേ, പിന്നെ കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ 6 മാസത്തിനകത്തല്ലേ അടുത്തത് കൂടുകയുള്ളൂ. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പാർലമെൻറ്റ് സമ്മേളന കാലവുമല്ല, എന്നാൽ ഒരു നിയമനിർമ്മാണം അത്യാവശ്യമായി വന്നിരിക്കുകയും ചെയ്യുന്നു. ആ സന്ദർഭത്തിൽ രാഷ്ട്രപതി ഓർഡിനൻസിലൂടെ ഒരു നിയമം കൊണ്ടുവരും. അപ്പോൾ അത് എപ്പോഴും മാത്രമേ രാഷ്ട്രപതിക്ക് കഴിയുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെൻറ്റ് ഈസ് നോട്ട് ഇൻ സെഷൻ. പാർലമെൻറ്റ് സമ്മേളിക്കാത്ത ഘട്ടത്തിൽ മാത്രമേ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളൂ. ഇത് ഒരുപാട് തവണ ചോദിച്ചുള്ള ചോദ്യമാണ്. പ്രസിഡന്റ് ഹാസ് പവർ ടു പ്രോമുൽഗേറ്റ് ഓർഡിനൻസ് വെൻ ദി പാർലമെൻറ്റ് ഈസ് നോട്ട് ഇൻ സെഷൻ, അല്ലെങ്കിൽ റെസസ് പീരീഡ് ഓഫ് പാർലമെൻറ്റ്. അങ്ങനെ വല്ലതും ഉണ്ടോ? കൊടുത്തിട്ടുണ്ടോ ആൻസർ? ദ പ്രസിഡന്റ് ഹാസ് പവർ ടു പ്രോമുൽഗേറ്റ് ഓർഡിനൻസ് വെൻ പാർലമെൻറ്റ് ഈസ് ഇൻ സെഷൻ. ഒരിക്കലും പറ്റില്ല. പാർലമെൻറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരുന്നാൽ പാർലമെൻറ്റിലല്ലേ, ആ സമ്മേളനത്തിലല്ലേ നിയമനിർമ്മാണമൊക്കെ നടത്തുന്നത്. രാഷ്ട്രപതിക്ക് അപ്പോഴധികാരമില്ല. അടുത്ത് നോക്ക്, വെൻ പാർലമെൻറ്റ് ഈസ് നോട്ട് ഇൻ സെഷൻ, അതാണ് ആൻസർ. പാർലമെൻറ്റ് സമ്മേളിക്കാത്ത ഘട്ടത്തിൽ മാത്രമേ രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ. പാർലമെൻറ്റ് ഡിസോൾവ്സ് രാജ്യസഭയെ ഡിസോൾവ്, അതൊക്കെ തെറ്റാണ്.
രാജ്യസഭയെ ഡിസോൾവ് ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രൈം മിനിസ്റ്റർ റെക്കമെൻഡ്, മുഖ്യമന്ത്രി പറയാണ് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ, അതൊന്നും കേട്ട് രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രധാനമന്ത്രി പറയാണ് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ, അതൊന്നും അല്ല സാഹചര്യം. ഇവിടെ പാർലമെൻറ്റ് ഈസ് നോട്ട് ഇൻ സെഷൻ എന്ന് തന്നെയാണ് ആൻസർ. ബി ഓപ്ഷനാണ് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയറായി. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം. ഹൂ അപ്പോയിൻറ്റ്സ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? നല്ല ചോദ്യമാണ്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അണ്ടർ സെക്ഷൻ 75 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സെക്ഷൻ അല്ല, ആർട്ടിക്കിൾ. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ സെക്ഷൻ എന്നല്ല പറയുന്നത്, ആർട്ടിക്കിൾ, അനുച്ഛേദം. അപ്പോൾ പ്രസിഡന്റ് അപ്പോയിൻറ്റ്സ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ 75 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ 75-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുന്നു. അപ്പോൾ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതിയാണ്. സി അല്ലേ ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് അപ്പോയിൻമെൻറ്റ് ഈസ് നോട്ട് മെയ്ഡ് ബൈ ദി പ്രസിഡന്റ്? താഴെ പറയുന്നതിൽ രാഷ്ട്രപതി അപ്പോയിൻറ്റ് ചെയ്യാത്ത പോസ്റ്റ് ഏതാണ്? നോക്കാം. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, അത് രാഷ്ട്രപതി അപ്പോയിൻറ്റ് ചെയ്യുന്നതല്ലേ? അണ്ടർ ആർട്ടിക്കിൾ 76 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ശ്രദ്ധിക്കണം, ഇന്ത്യൻ ഭരണഘടനയിലെ 76-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതി നിയമിക്കുന്ന പോസ്റ്റ് തന്നെയാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി തന്നെയാണ്, ഭരണഘടനാ പദവി തന്നെയാണ്. അടുത്ത് നോക്ക്, രാഷ്ട്രപതി നിയമിക്കാത്തത് ആരെന്നാണ് ചോദ്യം. ഇത് രാഷ്ട്രപതി നിയമിക്കുന്നത് ബി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG, ഹെഡ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡന്റ് അണ്ടർ ആർട്ടിക്കിൾ 148, 148-ാം വകുപ്പ് പ്രകാരം. മറക്കരുത്, 76-ാം വകുപ്പ് പ്രകാരം AG അറ്റോർണി ജനറൽ, 148-ാം വകുപ്പ് പ്രകാരം CAG നിയമിക്കുന്നത് ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. അടുത്ത് നോക്കൂ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ല, അതർ കമ്മീഷണേഴ്സ് ആർ ആൾസോ അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡന്റ് അണ്ടർ ആർട്ടിക്കിൾ 324. ഇലക്ഷൻ കമ്മീഷൻ്റെ ആർട്ടിക്കിൾ ഏതാണ്? 324. ചീഫ് മിനിസ്റ്റർ, ഇലക്ഷൻ കമ്മീഷണർ. നോക്കൂ, അടുത്ത ചീഫ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. ചീഫ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് നമ്മളറിയാതെ പ്രൈം മിനിസ്റ്റർ എന്നെടുത്തു കഴിഞ്ഞാൽ സംശയം വരും. അദ്ദേഹത്തെ നിയമിക്കുന്ന രാഷ്ട്രപതിയല്ലേ ആണ്, പക്ഷേ പ്രൈം മിനിസ്റ്റർ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചീഫ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് അതാരാണ്? സംസ്ഥാന മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണോ? അല്ലേ അല്ല. സംസ്ഥാന മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണറാണ് അണ്ടർ ആർട്ടിക്കിൾ 164. 164-ാം വകുപ്പ് പ്രകാരം ഗവർണറാണ് ഹെഡ് ഓഫ് എ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഗവർണറാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത്. അപ്പോൾ ഈ ഒറ്റ പോസ്റ്റാണ് രാഷ്ട്രപതി നിയമിക്കാത്തത്. നമുക്ക് നോട്ട് അപ്പോയിൻറ്റഡ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഈസ് നോട്ട് മെയ്ഡ് ബൈ പ്രസിഡന്റ്, ഡി ഓപ്ഷനാണ് ചീഫ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. അത് ഗവർണർ നിയമിക്കുന്ന പോസ്റ്റാണ് ചീഫ് മിനിസ്റ്റർ. ക്ലിയർ അല്ലേ? തെറ്റിപ്പോകരുത്, ശ്രദ്ധിച്ച് വായിക്കണം. ദി പ്രസിഡന്റ് റെപ്രസെൻറ്റ്സ് ഇന്ത്യ ഇൻ്റർനാഷണലി ബൈ. President represent India internationally by negotiating and concluding treaties, sending and receiving diplomats, attending international forums. ഇതെല്ലാം പ്രസിഡന്റ് ഇന്റർനാഷണലി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഓൾ ഓഫ് ദി അബവ്. ഡി എൽ ഇവിടെ ആൻസറായി വരുന്നത്. നോക്കൂ, നെഗോഷിയേറ്റിംഗ് ആൻഡ് കൺക്ലൂഡിങ് ട്രീറ്റീസ്, ഇൻ്റർനാഷണൽ ട്രീറ്റീസ് നെഗോഷിയേറ്റ് ചെയ്യുന്നതും കൺക്ലൂഡ് ചെയ്യുന്നതും ഇദ്ദേഹത്തിൻ്റെ ഡിപ്ലോമാറ്റിക് പവറിൽപ്പെട്ടതാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. നോക്കൂ, അതുപോലെ തന്നെ സെൻഡിങ് ആൻഡ് റിസീവിങ് ഡിപ്ലോമാറ്റ്സ്, അനദർ ഡിപ്ലോമാറ്റിക് പവർ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അത് നമ്മൾ പറഞ്ഞു. അറ്റൻഡിങ് ഇൻ്റർനാഷണൽ ഫോറം, ഡിപ്ലോമാറ്റിക് പവർ ഓഫ് പ്രസിഡന്റ് ആണ്. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ നയതന്ത്ര അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പ്രസിഡൻറ്റിൻ്റെ ഡിപ്ലോമാറ്റിക് പവറിൽപ്പെട്ടതാണ്, ഇൻ്റർനാഷണലി ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് മൂന്നും കറക്റ്റ് ആൻസറാണ്. അതുകൊണ്ട് ആൻസർ ഓൾ ഓഫ് ദി അബവ് എന്ന് തന്നെയാണ് ഇവിടെ ആൻസറായി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി പ്രസിഡൻറ്റ് ഈസ് സുപ്രീം കമാൻഡർ ഓഫ്
ആർമി ഓൺലി, നേവി ഓൺലി, എയർഫോഴ്സ് ഓൺലി, ഓൾ ആംഡ് ഫോഴ്സസ് ഓഫ് ഇന്ത്യ. ഇതെല്ലാവർക്കും അറിയാം അല്ലേ? 3 സേനാ വിഭാഗങ്ങളുടെയും തലവനാണ് ഇന്ത്യൻ രാഷ്ട്രപതി എന്നല്ലേ നമ്മൾ പഠിച്ചത്? സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സ്. ഇൻ ദാറ്റ് കപ്പാസിറ്റി ഹി അപ്പോയിൻറ്റ്സ് ഹെഡ് ഓഫ് ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്. നമ്മൾ പഠിച്ചതല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ഓൾ ആംഡ് ഫോഴ്സസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ ആംഡ് ഫോഴ്സിൻ്റെയും സുപ്രീം കമാൻഡർ തന്നെയാണ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നോക്കൂ, ദി പവർ ടു ഗ്രാൻഡ് പാർഡൺ ഓർ അബോളിഷ് ഡെത്ത് പെനാൽറ്റീസ് വെസ്റ്റഡ് ഇൻ, അതായത് പാർഡനിങ്, പൊതുമാപ്പ് നൽകാനുള്ള അധികാരം, വധശിക്ഷ ഇളവ് ചെയ്യാനുള്ള അധികാരം ഇവർക്ക് ആർക്കാണ്? പ്രൈം മിനിസ്റ്റർക്കുണ്ടോ? ഇല്ല. പാർലമെൻറ്റിനുണ്ടോ? ഇല്ല. പ്രസിഡന്റ് അണ്ടർ ആർട്ടിക്കിൾ 72 നമ്മൾ പഠിച്ചു. 72-ാം വകുപ്പ് പ്രകാരം, ഭരണഘടനയിലെ ആർട്ടിക്കിൾ 72 പ്രകാരം പ്രസിഡന്റ് ഹാസ് പാർഡനിങ് പവർ ഓർ പ്രസിഡന്റ് ഹാസ് പവർ ടു അബോളിഷ് ഡെത്ത് പെനാൽറ്റി, വധശിക്ഷ ഇളവ് ചെയ്യാനുള്ള പ്രസിഡൻ്റാണ്. സുപ്രീം കോർട്ട് നോക്കൂ, ദി പവർ ടു ഗ്രാൻഡ് പാർഡൻ ഓർ അബോളിഷ് ഡെത്ത്. ഇവിടെ സുപ്രീം കോർട്ട് അല്ലേ എന്നൊക്കെ, സുപ്രീം കോർട്ടിനും അധികാരമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വിധി തന്നെയാണ്. പിന്നെ അതിന് സുപ്രീം കോടതിയുടെ അടുക്ക റിവിഷൻ പെറ്റീഷനൊക്കെ കൊടുത്ത് അവിടെയും തള്ളിയെന്നിരിക്കട്ടെ, പിന്നെ സുപ്രീം കോടതിക്കൊന്നും റോളില്ല. പിന്നീട് ആർക്കേ ഉള്ളൂ അവകാശം? അത് പ്രസിഡൻറ്റിന് മാത്രമേ ഉള്ളൂ ഈ പാർഡനിങ് പവർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പ്രസിഡൻ്റാണ് ആൻസറായി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. നാഷണൽ എമർജൻസീസ് ഡിക്ലെയർഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? ഇത് എമർജൻസി പഠിച്ചതാണ്. 352 എല്ലാവർക്കും അറിയാം, ദേശീയ അടിയന്തരാവസ്ഥ. 356 നിങ്ങൾക്കറിയാം എന്താണ്? 356 സ്റ്റേറ്റ് എമർജൻസി, പ്രസിഡൻസ് റൂൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി. 360 ഫിനാൻഷ്യൽ എമർജൻസി, സാമ്പത്തിക അടിയന്തരാവസ്ഥ. നമ്മൾ വേറെ ടോപ്പിക്കിൽ പഠിച്ചത് തന്നെയാണ്. ഇവിടെ 52 നാഷണൽ എമർജൻസി, എല്ലാവർക്കും അറിയാം അത് തന്നെയാണ്. ഫിനാൻഷ്യൽ എമർജൻസീസ് ഡിക്ലെയർഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? പ്രസിഡൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ചോദ്യങ്ങളും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഫിനാൻഷ്യൽ എമർജൻസി? ഏത് ആർട്ടിക്കിൾ? ഇന്നേ വരെ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടില്ലാത്തൊരു എമർജൻസി ആണല്ലോ ഫിനാൻഷ്യൽ എമർജൻസി. സി ഓപ്ഷനാണ്, ആർട്ടിക്കിൾ 360 ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നോക്കൂ, നെക്സ്റ്റ്, ദി ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പാർലമെൻറ്റ് ഹൗസ് ആണോ? അല്ലേ അല്ല. രാഷ്ട്രപതി ഭവൻ, ന്യൂഡൽഹിയിലെ. കറക്റ്റ് ആൻസർ അല്ലേ? ഇന്ത്യ ഗേറ്റ്. രാജ്ഭവൻ ആരുടെയാണ്? അത് ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് രാജ്ഭവൻ. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി രാഷ്ട്രപതി ഭവൻ. ആ രാജ്ഭവനും കൂടെ ഓർമ്മിച്ചോളൂ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദി ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ രാജ്ഭവൻ. ഒഫീഷ്യൽ റെസിഡൻറ്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി ഭവൻ. ക്ലിയർ അല്ലേ? ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ. നെക്സ്റ്റ്, ഹൗ സൂൺ മസ്റ്റ് എ വേക്കൻസി ഇൻ ദി ഓഫീസ് ഓഫ് പ്രസിഡന്റ് ബി ഫുൾഫിൽഡ്? നമ്മൾ പഠിച്ചതാണ്. ഇഫ് ദർ ഈസ് എ വേക്കൻസി അറൈസ് ഇൻ ദി ഓഫീസ് ഓഫ് പ്രസിഡന്റ്, ഇറ്റ് ഷുഡ് ബി ഫുൾഫിൽഡ് വിത്തിൻ ദി പീരീഡ് ഓഫ് ഡാഷ് 6 months. 6 മാസത്തിലപ്പുറം നാഥനില്ലാ കളരിയായിരിക്കാൻ പറ്റില്ല. 6 മാസത്തിനുള്ളിൽ രാഷ്ട്രപതിയുടെ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കണം. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആ ഒഴി നികത്തിയിരിക്കണം. അപ്പോൾ ഇവിടെ 6 months ആണ് ആൻസറായി വരുന്നത്. വിത്തിൻ 6 months. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. വിച്ച് ഹൗസസ് ഓഫ് പാർലമെൻറ്റ് ക്യാൻ ഇനിഷ്യേറ്റ് ഇംപീച്ച്മെൻറ്റ് പ്രൊസീഡിങ്സ് എഗൻസ്റ്റ് പ്രസിഡൻറ്റ്? നമ്മൾ ഇംപീച്ച്മെൻറ്റിൽ വളരെ വ്യക്തമായി പഠിച്ചൊരു ചോദ്യമാണ്. ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ആർ സ്റ്റേറ്റഡ് ഇൻ ആർട്ടിക്കിൾ 61 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. മറക്കുകയേ ചെയ്യരുത്. ആ ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയർ ക്യാൻ ബി ഇനിഷ്യേറ്റഡ് ഇൻ എയ്തർ ഹൗസ് ഓഫ് പാർലമെൻറ്റ് നമ്മൾ പറഞ്ഞു. ഇവിടെ നോക്കൂ, വിച്ച് ഹൗസസ് ഓഫ് ദി പാർലമെൻറ്റ് ക്യാൻ ഇനിഷ്യേറ്റ് ഇംപീച്ച്മെൻറ്റ് പ്രൊസീഡിങ് എഗൻസ്റ്റ് പാർലമെൻറ്റ്? ഏത് ഹൗസിലാണ് ഈ ആക്ഷേപ വിചാരണയ്ക്ക് തുടക്കം കുറിക്കുന്നത്, ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയറിന് തുടക്കം കുറിക്കുന്നത്? ലോക്സഭ ഉള്ളിയാണോ? തെറ്റ്. രാജ്യസഭ ഉള്ളിയാണോ? തെറ്റ്. എയ്തർ ഹൗസ്, അതല്ലേ ആൻസർ? അതോ ജോയിൻറ്റ് സിറ്റിംഗ് നടക്കുമ്പോഴാണോ? അല്ലേ അല്ല. ജോയിൻറ്റ് സിറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. എയ്തർ ഹൗസ് ഓഫ് പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ക്യാൻ ബി ഇനിഷ്യേറ്റഡ് ഇൻ എയ്തർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്, ബട്ട് ഇറ്റ് മസ്റ്റ് ബി പാസ്ഡ് ബൈ ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ് വിത്ത്
2/3 മെജോറിറ്റി ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ഈച്ച് ഹൗസസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ സഭയിലെയും മൊത്തം അംഗസംഖ്യയുടെ 2/3 ഭൂരിപക്ഷത്തോടുകൂടി പ്രമേയം പാസ്സാക്കിയിരിക്കണം. എന്നാൽ ഏതെങ്കിലും ഒരു സഭയിൽ ഇത് അവതരിപ്പിക്കാം. ആ സഭയെ നമ്മൾ ഇനിഷ്യേറ്റിംഗ് ഹൗസ് എന്ന് പറയും. ആ ഇനിഷ്യേറ്റിംഗ് ഹൗസിൽ അങ്ങനെ ഒരു ചാർജ് അവതരിപ്പിക്കുന്നതിന് ആ സഭയിൽ 4/1 പേര് അപ്രൂവ് ചെയ്തിരിക്കണം, അംഗീകരിച്ചിരിക്കണം, സൈൻ ചെയ്തിരിക്കണം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇംപീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകളാണ്, മറക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? എയ്തർ ഹൗസ്, ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കാം. ഓക്കെ. വാട്ട് ഫ്രാക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഈസ് റിക്വയർഡ് ടു സൈൻ ദി ഇംപീച്ച്മെൻറ്റ് ചാർജസ് ഇൻ ഇനിഷ്യേറ്റീവ്? ഇംപീച്ച്മെൻറ്റ് ചാർജ്, ഇംപീച്ച്മെൻറ്റ് റെസൊല്യൂഷൻ പാസ് ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. ഇംപീച്ച്മെൻറ്റ് ചാർജ് ആ ഇനിഷ്യേറ്റിംഗ് ഹൗസിൽ, ഏത് ഹൗസിലാണോ ഇത് അവതരിപ്പിക്കുന്നത് ആ സഭയിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരിക്കണം, എത്ര പേര് ആ ചാർജിൽ ഒപ്പിട്ടിരിക്കണം. ഞാനിപ്പം പറഞ്ഞതേ ഉള്ളൂ. 1/4 അല്ലേ പാസ്സാക്കുന്നതിനാണ് 2/3 മെജോറിറ്റി വേണ്ടത്. മൊത്തം അംഗസംഖ്യയുടെ, നോട്ട് ദി മെമ്പേഴ്സ് പ്രസൻറ്റിങ് ആൻഡ് വോട്ടിംഗ് എന്നല്ല, അതല്ല നമ്മൾ പറയുന്നത്. അതിൻ്റെ 2/3 മൊത്തം അംഗങ്ങളുടെ 2/3 പേരുടെ പിന്തുണ വേണം ഓരോ സഭയിൽ ഈ പ്രമേയം പാസ്സാക്കാൻ. ഇവിടെ ചോദിച്ച ചോദ്യം അതല്ല. വാട്ട് ഫ്രാക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഈസ് റിക്വയർഡ് ടു സൈൻ ദി ഇംപീച്ച്മെൻറ്റ് ചാർജ്? ഇംപീച്ച്മെൻറ്റ് ചാർജ് ഇൻ ദി ഇനിഷ്യേറ്റിംഗ് ഹൗസ്. ഒരു സഭയിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സഭയിൽ എത്ര അംഗങ്ങൾ ആ ചാർജിൽ ഒപ്പുവെച്ചിരിക്കണം? അത് 1/4 ആണ്. 4/1, സഭയിലെ 4/1 പേര്. സി ഓപ്ഷൻ 1/4. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി നോട്ടീസ് പീരീഡ് ഓഫ് പ്രസിഡന്റ് ബിഫോർ ഇംപീച്ച്മെൻറ്റ് പ്രൊസീഡിങ്സ് ബിഗിൻസ് ഈസ്. നമ്മൾ നേരത്തെ പറഞ്ഞു 14 days പ്രയർ നോട്ടീസ് ഈസ് ടു ബി ഗിവൺ ടു ദി പ്രസിഡന്റ് ബിഫോർ ഇംപീച്ച്മെൻറ്റ്, അല്ലേ? അതായത് ഫോർ ഇംപീച്ച്മെൻറ്റ്. ഇംപീച്ച്മെൻറ്റ് നടത്തുന്നതിന് 14 ദിവസം മുമ്പ് മുൻകൂർ നോട്ടീസ് നൽകിയിരിക്കണം. 14 സി ഓപ്ഷനാണ് 14 days. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി ഇംപീച്ച്മെൻറ്റ് റെസൊല്യൂഷൻ മസ്റ്റ് ബി പാസ്ഡ് ബൈ വാട്ട് മെജോറിറ്റി ഇൻ ഈച്ച് ഹൗസ്? ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. ഇംപീച്ച്മെൻറ്റ് റെസൊല്യൂഷൻ പാസ്സാക്കണമെങ്കിൽ തീർച്ചയായിട്ടും സിമ്പിൾ മെജോറിറ്റി പോരാ. 3/4 മെജോറിറ്റി അല്ല വേണ്ടത്. 2/3 മെജോറിറ്റി ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പ്. അതാണ് ഉത്തരം. 2/3 വെറും 2/3 മെജോറിറ്റി എന്ന് പറയരുത്. 2/3 മെജോറിറ്റി എന്ന് പറയും പലതരത്തിലുള്ള 2/3 മെജോറിറ്റി ഉണ്ട്. സഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 2/3 മെജോറിറ്റി ആണോ, അതോ മൊത്തം അംഗങ്ങളുടെ 2/3 മെജോറിറ്റി ആണെന്നൊക്കെ സംശയം വരും. മൊത്തം അംഗങ്ങളുടെ 2/3 മെജോറിറ്റിയാണ് ഇംപീച്ച്മെൻറ്റിന് വേണ്ടത്. അതാണ് 2/3 മെജോറിറ്റി ടോട്ടൽ മെമ്പർഷിപ്പ്. അപ്പോൾ ഇവിടെ സി ഓപ്ഷനല്ലേ ആൻസറായി വരുന്നത്? തീർച്ചയായിട്ടും സി ഓപ്ഷൻ തന്നെയാണ്. ഹൂ എമംഗ് ദി ഫോളോയിങ് ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ഇംപീച്ച്മെൻറ്റ് പ്രൊസീഡിങ്സ്? ഇനി പറയുന്ന ആൾക്കാർക്ക് ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയാത്തത്, ഹൂ എമംഗ് ദി ഫോളോയിങ് ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ഇംപീച്ച്മെൻറ്റ് പ്രൊസീഡിങ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയാത്തത് ആർക്കൊക്കെയാണ് നോക്കാം. ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്, ഓൾ പാർട്ടിസിപ്പേറ്റ്. നമ്മൾ പഠിച്ചല്ലോ. ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയറിൽ പങ്കാളിയാകാം. നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, നോമിനേറ്റഡ് മെമ്പേഴ്സ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും ഇംപീച്ച്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് അതും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്, സംസ്ഥാന നിയമസഭയുടെയും യൂണിയൻ ടെറിട്ടറിയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, പക്ഷേ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആൻസർ ഏതാണ്? സി ആണ് ഇവിടെ ആൻസറായി വരുന്നത്. സി. ഓക്കെ. നെക്സ്റ്റ് നോക്കൂ. ഹാസ് എനി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എവർ ബീൻ ഇംപീച്ച്ഡ്? ഹാസ് എനി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എവർ ബീൻ ഇംപീച്ച്ഡ്? ഇന്നേ വരെ ഏതെങ്കിലും രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്തിട്ടുണ്ടോ? യെസ് ഓർ നോ? നോ. ഇന്നേ വരെ ഒരു പ്രസിഡൻറ്റിനെയും നമ്മൾ ഇംപീച്ച് ചെയ്തിട്ടില്ല, ഇംപീച്ച് ചെയ്യാൻ ആലോചിച്ചിട്ട് പോലുമില്ല. ഓക്കെ ആണോ? നോക്കൂ. അപ്പോൾ
നോ എന്ന് തന്നെയാണ് ഇവിടെ ആൻസർ. നെക്സ്റ്റ് ചോദ്യം ഏതാണെന്ന് നോക്കാം. അസേർഷൻ ഇലക്ഷൻ ആൻഡ് ഇലക്ട്രൽ കോളേജ് ഫോർ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് സെയിം ആസ് ടു ദി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നോക്കൂ, ഇലക്ഷൻ ആൻഡ് ഇലക്ട്രൽ കോളേജ് ഫോർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് സെയിം ആസ് ടു വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് രീതിയും ഇലക്ട്രൽ കോളേജ് സമ്പ്രദായവും സെയിം ആണ് വൈസ് പ്രസിഡൻ്റ് എന്നും. അതെങ്ങനെ ശരിയാവും? ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരല്ലല്ലോ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ ഇലക്ട്രൽ കോളേജ് രണ്ടും രണ്ടായി തന്നെയാണ്, ഒരുപോലെ അല്ല. അടുത്ത് നോക്കൂ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദി ഹയസ്റ്റ് ഡിഗ്നിറ്ററി ഓഫ് ഇന്ത്യ നെക്സ്റ്റ് ആഫ്റ്റർ പ്രസിഡന്റ്. രാഷ്ട്രപതി കഴിഞ്ഞാൽ അടുത്ത ഉയർന്ന പദവിയാണ് ഉപരാഷ്ട്രപതി. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ എന്ത് പറയും നിങ്ങൾ? അസേർഷൻ ഫോൾസ് ആണ്, നമ്മുടെ റീസൺ കറക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഉണ്ടോ ഇവിടെ ആൻസർ? അസേർഷൻ ഈസ് ഫോൾ ബട്ട് റീസൺ ഈസ് ട്രൂ. ഡി ആണ് ഇവിടുത്തെ ഓപ്ഷനായിട്ട് വരുന്നത്. ഡി ക്ലിയർ അല്ലേ? ദെൻ 33. Who among the following is returning officer of election of President of India? ഇലക്ഷൻ നമ്മുടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ റിട്ടേണിംഗ് ഓഫീസർ ആരായിരിക്കും? നല്ല ചോദ്യമാണ്. റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്. അതായത് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുന്നതും ഒരു മണ്ഡലത്തിൻ്റെ ചാർജ് ഉള്ളതും ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ ആ സ്ഥാനാർത്ഥികളിൽ ആരാണ് വിജയി എന്ന് പ്രഖ്യാപിക്കുന്നതൊക്കെ റിട്ടേണിംഗ് ഓഫീസറാണ്. വരണാധികാരി എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു പോയിൻ്റാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ വരണാധികാരി ആരാണ്? വാസ്തവത്തിൽ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മുടെ ലോകസഭാ സെക്രട്ടറി ജനറലോ രാജ്യസഭാ സെക്രട്ടറി ജനറലോ ആകാം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ റിട്ടേണിംഗ് ഓഫീസർ. അപ്പോൾ ഇവിടെ ഏതാണ് കൊടുത്തിട്ടുള്ളത്? ഇവിടെ വന്നിരിക്കുന്നത് നോക്കൂ, സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ എന്നാണ് കൊടുത്തിരുന്നത്. ലോക്സഭയിലെ സെക്രട്ടറി ജനറലോ രാജ്യസഭയുടെ സെക്രട്ടറി ജനറലോ ആകാം ആര്? പ്രസിഡന്റ് ഇലക്ഷൻ്റെ റിട്ടേണിംഗ് ഓഫീസർ. ഇവിടെ ലോക്സഭാ സെക്രട്ടറി ജനറലാണ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് തന്നെ അങ്ങ് പറഞ്ഞുകൊള്ളുക. ലോക്സഭാ സെക്രട്ടറി ജനറൽ, ബി സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ. ഓക്കെ, നെക്സ്റ്റ്. ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇലക്റ്റഡ് ബൈ ആൻ ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റിംഗ് ഓഫ്, എല്ലാവർക്കും അറിയാം, ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റിംഗ് ഓഫ് ഇലക്റ്റഡ് മെമ്പേഴ്സ് രാജ്യസഭ മാത്രമല്ലല്ലോ, ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ മാത്രമല്ലല്ലോ, ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ഈച്ച് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമല്ലല്ലോ, ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ഈച്ച് യൂണിയൻ ടെറിട്ടറി പൊസസിങ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ ഇതെല്ലാവരും ചേർന്നതല്ലേ? ഇത് മാത്രമല്ല, ഇവരെല്ലാവരും ചേർന്നാണ്. അപ്പം ഓൾ ഓഫ് ദി അബവ്, ഓൾ ഓഫ് ദീസ് എന്നല്ലേ ആൻസർ വരുന്നത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇലക്റ്റഡ് ബൈ എൻ ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റിംഗ് ഓഫ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ, ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ, ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ഈച്ച് സ്റ്റേറ്റ്സ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ഈച്ച് യൂണിയൻ ടെറിട്ടറി പൊസസിംഗ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓൾ ഓഫ് ദി അബവ് ആണ് ഇവിടെ ആൻസറായി വരുന്നത്, അല്ലെങ്കിൽ ഓൾ ഓഫ് ദീസ്, എല്ലാം ഇവരെല്ലാം ചേർന്നതാണ് ഇലക്ട്രൽ കോളേജ്. ഓക്കെ, നോക്കൂ, ഹൂ അഡ്മിനിസ്റ്റേഴ്സ് ദി ഓത്ത് ഓഫ് ഓഫീസ് ടു ദി പ്രസിഡൻറ്റ്? അതല്ല, നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, രാഷ്ട്രപതിയുടെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആർട്ടിക്കിൾ 60 നമ്മൾ പഠിച്ചാണ്, 60 രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര് തന്നെയാണ്? ആര്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. നോക്കൂ, പ്രൈം മിനിസ്റ്റർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. മനസ്സിലാകുന്നുണ്ടല്ലോ? ബാക്കിയല്ല, വൈസ് പ്രസിഡന്റ്, ഇതെല്ലാം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് ഓർത്തുകൊള്ളുക. നെക്സ്റ്റ് ചോദ്യം, വാട്ട് ആർ ദി ഗ്രൗണ്ട്സ് ഫോർ ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇംപീച്ച്മെൻറ്റ് ഗ്രൗണ്ട്, പ്രസിഡന്റിനെ എന്തിനാണ് അല്ലെങ്കിൽ പ്രസിഡന്റ് ക്യാൻ ബി ഇംപീച്ച്ഡ് ഓൺലി ഓൺ ദി ഗ്രൗണ്ട് ഓഫ് ഡാഷ് എന്നാണ്. ഏത് ഗ്രൗണ്ടിലാണ് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നത്? ഒറ്റ ഗ്രൗണ്ടേ ഉള്ളൂ, വേറെ ഒന്നും നോക്കണ്ട, വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നാമത് കൊടുത്തിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ആൻസർ ഇവിടെ ഒന്ന് മാത്രം വരുന്ന ഏതാണ്? ലോസ് ഓഫ് കോൺഫിഡൻസ് ഇൻ പാർലമെൻറ്റ്, റെക്കമെൻഡേഷൻ, അതൊന്നുമല്ല, ഇത് തന്നെയാണ് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒന്നാണ് ആൻസർ. എയിലാണ് ഒന്ന് വരുന്നത്, അല്ലേ? ക്ലിയർ അല്ലേ അത്? അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ്
or are correct about vacancy in the office of president. Which of the following statement is or are correct about vacancy of ഓഫീസ് ഓഫ് ദി പ്രസിഡന്റ്? രാഷ്ട്രപതിയുടെ സ്ഥാനത്തേക്ക് ഒഴിവ് വരുന്നതുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന നോക്കാം. ഓൺ ദി എക്സ്പയറി ഓഫ് ഹിസ് ടേം ഓഫ് 5 years, 5 വർഷം കഴിയുമ്പോൾ ഒഴിവ് വരും, ശരിയാണ്. അടുത്തത് ബൈ ഹിസ് ഡെത്ത്, അതെ, ഒഫീഷ്യൽ ടേമിൽ ഇരുന്ന് മരണപ്പെട്ടു പോകുമ്പം വേക്കൻസി വരാം. ബൈ ഹിസ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ നമ്മുടെ ചീഫ് ജസ്റ്റിസിൻ്റെ നമ്മുടെ ഉപരാഷ്ട്രപതിയുടെ കയ്യിൽ, ചീഫ് ജസ്റ്റിസ് അല്ല ഉപരാഷ്ട്രപതിയുടെ കയ്യിൽ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്ത് പോകാം ഇദ്ദേഹത്തിന്. ഓൺ ഹിസ് റിമൂവൽ ബൈ ഇംപീച്ച്മെൻറ്റിലൂടെ സ്ഥാനത്തേക്ക് ഒഴിവ് വരും. അതർവൈസ് ഓൺ ദി സെറ്റിംഗ് എസൈഡ് ദി ഇലക്ഷൻ ആസ് പ്രസിഡൻറ്റ്. ഇവിടെ ആൻസറായി വരുന്നത് ഓൾ ഓഫ് ദി അബവ്. ഇതെല്ലാം നോക്കൂ, രാഷ്ട്രപതിയുടെ സ്ഥാനത്തേക്ക് ഒഴിവ് വരുന്നത് എക്സ്പയറി ഓഫ് ദി ടൈം 5 year, 5 വർഷം കഴിയുമ്പോൾ, മരണപ്പെടുമ്പോൾ, രാജിവയ്ക്കുമ്പോൾ, റിമൂവൽ ബൈ ഇംപീച്ച്മെൻറ്റിലൂടെ പുറത്തു വരുമ്പോൾ, അതർവൈസ് ഓൺ ദി സെറ്റിംഗ് അസൈഡ് ഹിസ് എലക്ഷൻ ആസ് ദി പ്രസിഡന്റ് എലക്ഷൻ മാറ്റിവെച്ച് കുറച്ച് ആ പീരീഡ് ഉള്ളപ്പോഴൊക്കെ അവിടെ ആ സ്ഥാനത്തേക്ക് ഒഴിവ് വരാം. ഇതെല്ലാം വരുന്നതാണ്, ഓൾ ഓഫ് ദി അബോവ് തന്നെയാണ് കേട്ടോ ആൻസർ. നെക്സ്റ്റ് നോക്കൂ, ഹൂ ഹാസ് ദി പവർ ടു പ്രോമുൾഗേറ്റ് ഓർഡിനൻസ് ഡ്യൂറിങ് ദി റെസസ് ഓഫ് പാർലമെൻറ്റ്? പാർലമെൻറ്റ് സമ്മേളിക്കാത്ത ഘട്ടത്തിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ആർക്കൊക്കെയാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത്? ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക്, ഗവർണർക്ക്, ചില കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്. അത് നമ്മൾ പഠിച്ചു. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പറയേണ്ട കാര്യം, ഡ്യൂറിങ് ദി റെസസ് ഓഫ് പാർലമെൻറ്റ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. പാർലമെൻറ്റിൻ്റെ റെസസ് പീരീഡിൽ ഓർഡിനൻസ് പ്രോമുൾഗേറ്റ് ചെയ്യാൻ ആർക്കാണ് അധികാരം? പ്രസിഡൻറ്റ്. ആർട്ടിക്കിൾ കൂടെ ഒന്ന് ഓർത്തോളൂ, 1, 2, 3 123 വകുപ്പ് പ്രകാരമാണ് എന്ത് പുറപ്പെടുവിക്കുന്നത്? ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്, അല്ലേ? അപ്പം പ്രസിഡൻ്റാണ് ഇവിടെ ആൻസറായി വരുന്നത്. നോക്കൂ, ചൂസ് ദി കറക്റ്റ് കോഡ്സ് ഫ്രം ദി ഓപ്ഷൻ ഗിവൺ ബിലോ. അതായത് നമ്മുടെ മാച്ച് ദി ഫോളോയിങ് എന്നൊക്കെ പറയുന്ന പോലെ ജോഡികൾ, ശരിയായ ജോഡികൾ ആണോ നോക്കാം. കറക്റ്റ് കോഡ് നോക്കാം. ആർട്ടിക്കിൾ 54 ഇലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്, കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. ഇലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ് അത് കറക്റ്റാണ്. ആർട്ടിക്കിൾ 73 എക്സ്റ്റെൻഡ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ. എക്സ്റ്റെൻഡ് അതായത് നമ്മുടെ എക്സ്റ്റെൻഡ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ, കേന്ദ്രത്തിൻ്റെ ഭരണാധികാരത്തിൻ്റെ വ്യാപ്തി. എക്സ്റ്റെൻഡ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ, കേന്ദ്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് പവറിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് പറയുന്നു. 73 കറക്റ്റാണ്. അടുത്ത് നോക്ക്, ആർട്ടിക്കിൾ 162 മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്, തെറ്റല്ലേ? ഇത് രണ്ടുമാണ് കറക്റ്റായി വരുന്നത്. മാനർ ഓഫ് ഇലക്ഷൻ 55 ആർട്ടിക്കിളിലല്ലേ പറയുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കാം? അതും കൂടെ ഒന്ന് പഠിച്ചോളൂ. മാനർ ഓഫ് ഇലക്ഷൻ വരുന്നത് ആർട്ടിക്കിൾ 55 ഇലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്. ഇതെന്താണ്? 73 എക്സ്റ്റെൻഡ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ എങ്കിൽ 162 പറയുന്ന എക്സ്റ്റെൻഡ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ അധികാര വ്യാപ്തിയെക്കുറിച്ചാണ് 162 പറയുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് കോഡ് 1ഉം 2ഉം മാത്രം, 1 and 2 ഉള്ളു. ഡി ഓപ്ഷനാണ് ഇവിടെ ആൻസറായി വരുന്നത്. കറക്റ്റ് അല്ലേ? നോക്കൂ, ഇഫ് എനി ക്വസ്റ്റ്യൻ അറൈസസ് ആസ് ടു വെദർ എ മെമ്പർ ഓഫ് either house of parliament has become subject to any disqualification of question shall be referred to final decision of. അതായത് നമ്മുടെ പാർലമെൻറ്റിലെ either house, ഏത് സഭയായിക്കോട്ടെ, രാജ്യസഭ ആയിക്കോട്ടെ, ലോകസഭ ആയിക്കോട്ടെ, അവിടെയുള്ള അംഗങ്ങളുടെ ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നാൽ അത് അവസാനമായിട്ട് ഫൈനൽ ഡിസിഷനിലേക്ക് ആരുടെ മുമ്പിലാണ് എത്തുന്നത്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഡിസ്ക്വാളിഫിക്കേഷൻ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് പറഞ്ഞാൽ അവിടെ സ്പീക്കർ എന്ന് തന്നെ പറയണം. സ്പീക്കറാണ് അതിന് തീരുമാനം എടുക്കുന്നത്. ഇവിടെ അങ്ങനെ പറയുന്നില്ല. ആൻറ്റി ഡിഫെക്ഷൻ അല്ല, മറ്റ് പല കാരണങ്ങൾ കൊണ്ടാകാം. ഒരു ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ജനറലായിട്ടൊരു വിഷയം വന്നാൽ അത് പാർലമെൻറ്റിലെ ഏത് സഭയിലെ അംഗങ്ങളെക്കുറിച്ചായാലും അത് ഫൈനലായിട്ട് ഡിസിഷൻ എടുക്കുന്നത് ആര്? ഒരു സംശയവും വേണ്ട, ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. സി ആണ് ഇവിടെ ഓപ്ഷനായി വരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ,
രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസിഡൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ക്ലാസ് ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വിശാലമായി പഠിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് മോഡൽ ക്വസ്റ്റ്യൻ ഒരു ഡിസ്കഷനാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും വലിയ വിജയങ്ങളുണ്ടാകട്ടെ. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.